ഹായ് മക്കളെ, വെൽക്കം ടു കാറ്റലിസ്റ്റ്. നിങ്ങളുടെ സ്വന്തം ലിബാൻ സാറാണ്. ഈ വരുന്ന ഓണം എക്സാമിന് മിക്കവാറും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. സോ ഞാൻ ഓൾറെഡി പറഞ്ഞെന്താ, ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ എന്തൊക്കെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ കണക്കുകൾക്കും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്താ പറയുക, ആ ഇൻഫർമേഷന് വേണ്ട സവിശേഷതകൾ എന്തെല്ലാമാണ്? 4 സവിശേഷതകളാണുള്ളത്. ഒന്നാമത്തെ എന്താണ്? റിലയബിലിറ്റി. 2 റെലവൻസ്. 3 അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി. നിങ്ങളുടെ ക്ലാസ്സിൽ നോട്ട് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ടിനെ നോക്കിയിട്ടാണ് എഴുതുന്നത് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബുക്കിൽ നിങ്ങൾ എന്തെല്ലാം രീതിയിലായിരിക്കും ഡാറ്റാസ് എക്സ്പെക്ട് ചെയ്യാം? ഒന്നാമത്തത്, നിങ്ങൾ അയാളെ വിശ്വസിക്കണം, അല്ലേ? അഥവാ നിങ്ങൾക്ക് ആയുള്ള കാര്യങ്ങളായിരിക്കണം അയാൾ റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ചോദ്യങ്ങളാണ് എഴുതുന്നതെങ്കിൽ അവൻ രണ്ടാമത്തെ ചാപ്റ്ററാണ് എഴുതുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുമോ? ഇല്ല. കാരണം എന്താ? അതൊരിക്കലും റിലയബിൾ അല്ല. കാരണം നിങ്ങൾക്ക് ഒന്നാമത്തെ ചാപ്റ്ററാണ് വേണ്ടത്. രണ്ടാമത്തത് റെലവൻസ്. എന്താ റെലവൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടണം. നിങ്ങൾ ചോദിച്ചു, എടാ ഈ 3ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാ? അവൻ 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ശരിയാവുമോ? ഇല്ല. അപ്പം റെലവൻ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ഏത് ഇൻഫർമേഷൻ ആണ് വേണ്ടത്, ആ ഇൻഫർമേഷൻ കിട്ടിയിരിക്കണം. മൂന്നാമത്തെ എന്താണ്? അണ്ടർസ്റ്റാൻഡബിലിറ്റി. അവൻ എഴുതുന്നത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവണം, എന്നാലല്ലേ അത് നിങ്ങൾ പകർത്തി എഴുതുകയുള്ളൂ. യെസ്. 4ാമത്തത് കമ്പയറബിലിറ്റി. കമ്പയർ മീൻസ് എന്താ? നിങ്ങൾ ലാസ്റ്റ് ഓക്കെ ഞാൻ ഇത്ര എഴുതി, നീ ഇത്ര എഴുതി, ഓക്കെ നമ്മൾ കമ്പയർ ചെയ്യില്ലേ? അപ്പോൾ നമ്മുടെ ഇൻഫർമേഷന് മറ്റൊരാളുടെ ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ പറ്റണം? കമ്പയർ ചെയ്യാൻ പറ്റണം. ഇത് തന്നെയാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വേണ്ടത്. ഒന്നാമത് റിലയബിൾ ആയിരിക്കണം. നമ്മളൊരു ഡാറ്റ റെക്കോർഡ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 5 ലക്ഷത്തിൻ്റെ ഒരു സാധനം വാങ്ങിയെന്ന് വിചാരിക്കും. ഒരു സാധനം പർച്ചേസ് ചെയ്തു. അങ്ങനെ നമ്മൾ വാങ്ങിയാലും നമ്മൾ ബുക്സിൽ എന്താ റെക്കോർഡ് ചെയ്യുക? 5 ലക്ഷം രൂപയ്ക്ക് ഒരു വസ്തു പർച്ചേസ് ചെയ്തു നമ്മൾ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യും. സോ നമ്മുടെ ഓണർ ചോദിക്കാം, എടാ ഇത് 5 ലക്ഷം തന്നെയാണോ പർച്ചേസ് ചെയ്തത്? അപ്പോൾ നമ്മൾ അയാൾക്ക് തെളിവ് കാണിച്ചു കൊടുക്കും. എന്താണ്? 5 ലക്ഷം രൂപയുടെ ബില്ല് കാണിച്ചു കൊടുക്കും. സോ ആ ബില്ല് കണ്ട അയാൾക്ക് ഓക്കെ, നിങ്ങൾ ചെയ്തത് കറക്റ്റാണ്. കാരണം നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴും തെളിവുകളോട് കൂടിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് റിലയബിൾ എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ ഡാറ്റ എപ്പോഴും എവിഡൻസ്ഡ് ആയിരിക്കണം, പ്രൂഫ് ഉണ്ടായിരിക്കണം. അപ്പോൾ റിലയബിൾ ഡാറ്റയായി. 2 റെലവൻറ്റ്. അഥവാ ആർക്കാണോ ഇൻഫർമേഷൻ വേണ്ടത്, അദ്ദേഹത്തിന് എന്ത് ഇൻഫർമേഷൻ ആണോ വേണ്ടത്, അത് റൈറ്റ് സമയത്ത് റൈറ്റ് ഇൻഫർമേഷൻ റൈറ്റ് വ്യക്തിക്ക് അഥവാ റൈറ്റ് പേഴ്സൺ എന്ത് ചെയ്യുന്നത് നമ്മൾ എത്തിച്ചു കൊടുക്കണം. അതാണ് റെലവൻസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഡാറ്റയുടെ ഇമ്പോർട്ടൻസിനാണ് അതുകൊണ്ട് സൂചിക്കുന്നത്. മൂന്നാമത്, നമ്മുടെ ഡാറ്റാസ് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് വൃത്തിയായിട്ടായിരിക്കണം. അപ്പോൾ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അത് പ്രിപ്പയർ ചെയ്യാൻ. അവസാനത് കമ്പയർ ചെയ്യാൻ പറ്റണം. നമ്മുടെ ബിസിനസിൻ്റെ ഇൻഫർമേഷനും മറ്റൊരു ബിസിനസിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ഇൻഫർമേഷൻ നമ്മുടെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഇൻഫർമേഷൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. സോ ഈ 4 കാര്യങ്ങളാണ് ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷന് വേണ്ട ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്.